ക്രൈസ്തവർ ഇടത് വലത് മുന്നണികൾ വിടേണ്ടി വന്നാലും പാലാ ബിഷപ്പ് മാപ്പ് പറയരുത്. ഇങ്ങനെ പോയാൽ ഇടത് വലത് മുന്നണിയിലെ എല്ലാവരും കൂടെ കേരളത്തിലെ ക്രൈസ്തവരെ ഒന്നടങ്കം മറ്റൊരു പാളയത്തിലേക്ക് എത്തിക്കും. ഇടതും വലതും ചേർന്ന് കേരളത്തിലെ ക്രൈസ്തവരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു മുന്നണിയിലേക്ക് അവർ പോയാൽ അതിലവരെ തെറ്റ് പറയാനാകുമോ? പാലാ വിഷയത്തിൽ കേരളത്തിലെ ഇരു മുന്നണികളും തീവ്രവാദികൾക്ക് മുന്നിൽ നട്ടെല്ല് വളച്ച് നിലം പറ്റെ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുമ്പോൾ മറ്റൊരു മുന്നണിയോട് ക്രൈസ്തവർക്ക് മമത തോന്നുന്നത് സ്വാഭാവികം മാത്രം. കാലങ്ങളായി തങ്ങൾ വോട്ട് ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതിൻ്റെ രോക്ഷവും വേദനയുമാണ് ഈ നിലപാട് മാറ്റത്തിലേക്ക് ക്രൈസ്തവരെ നയിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കേരളത്തെയും ഇവിടെയുള്ള ഇതര മതസ്ഥരെയും ജിഹാദികൾക്ക് കാഴ്ചവെക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതെന്തൊരു നാട്! സത്യം വിളിച്ചു പറയുന്നവൻ കുറ്റവാളി, സത്യത്തെ ക്രൂശിക്കുന്നവരും, നാട് കലാപഭൂമിയാക്കുമെന്ന് ആക്രോശിക്കുന്നവരും മാന്യന്മാർ, ബിഷപ്പിനെ അക്രമിയെന്നും വിഷസർപ്പമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നതിൽ ഒരു വർഗീയതയും ആരും കാണുന്നില്ല. ഇവിടെ സത്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലേ. കയ്യൂക്കുള്ളവൻ കാരിക്കാരൻ. അക്കൂട്ടർ ഒന്നിച്ചു നിന്ന് സത്യത്തെ അസത്യമാക്കുന്നു. എന്നാൽ ഒന്നിച്ചു നിൽക്കേണ്ടവരോ ഭിന്നിച്ചു നിന്ന് സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ ഒറ്റുകൊടുക്കുന്നു. കഴിഞ്ഞ ദിവസമല്ലേ അഫ്ഗാനിൽ നിന്നും കണ്ടെയ്നറുകളിലായി കൊണ്ടുവന്ന 21,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇറാനിയൻ കപ്പലിൽ നിന്നും പിടികൂടിയത്. ദിനംപ്രതി അഫ്ഗാനിൽ നിന്നും മാരകമായ ലഹരി മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നിർബോധം നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ കണ്ടെയ്നറുകൾക്കും കാരിയേഴ്സിനും ഇടയിലുള്ളവരെ കണ്ടെത്താൻ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയാത്ത വിധം ഈ നാടിനെ ഭരിക്കുന്നവർ നിശബ്ദരായിരിക്കുന്നു. കണ്ടതിനും കേട്ടതിനും അന്വേഷണ പരമ്പര ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഇന്ന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും ശരിയായി വിവരങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. എന്നിട്ടും മതസ്പർദ്ധ എന്ന കപടവാദം മാത്രമാണ് അവർക്ക് വിഷയം. മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ കുറവിലങ്ങാട് ദേവാലയത്തിലെ പ്രസംഗം വിവാദമാക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, അദ്ദേഹം ഉന്നയിച്ച ഗൗരവമുള്ള വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുക. രണ്ട്, അതീവ ഗൗരവവും സത്വര നടപടി ആവശ്യവുമായ നാർക്കോട്ടിക് വിഷയത്തെ വർഗീയവൽക്കരിച്ച് ആ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കുക. കേരളത്തിലെ ഇരു മുന്നണികളിലെ ഒട്ടുമിക്ക നേതാക്കളും മുഖ്യധാരാ മാധ്യമങ്ങളും തുടക്കം മുതലേ ഈ വിഷയത്തെ മതസ്പർദ്ധ എന്ന കാർഡിറക്കി വസ്തുതകളെ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുവാനാണ് ശ്രമിച്ചത്. അതിന് പിന്നിലുള്ള കാരണങ്ങൾ തെളിവുകളായി ഓരോ ദിവസവും കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പിതാവ് ഉന്നയിച്ച പ്രശ്നങ്ങളെ അവഗണിച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തി പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയോ പ്രസ്താവന പിൻവലിപ്പിക്കുകയോ ചെയ്യാൻ ചിലർ കാണിക്കുന്ന ഉത്സാഹം തന്നെ തീവ്രവാദത്തിനുള്ള പിന്തുണയല്ലേ? മയക്കുമരുന്നിനെതിരെയും തീവ്രവാദത്തിനെതിരെയും ആർജവത്തോടെ പ്രതികരിക്കേണ്ട ഭരണ പ്രതിപക്ഷങ്ങൾ മതസൗഹാർദ്ദം തകരുന്നു എന്ന ഈ കപട നിലവിളി ഉയർത്തുന്നത് ആർക്കു വേണ്ടി? ഇത് തീവ്രവാദത്തിന് കൊടി പിടിക്കുന്നവരുടെയും തീവ്രവാദികൾക്ക് അനുകൂലമായി കഥ എഴുതുന്നവരുടെയും നാട്. തീവ്രവാദികളെ ഭയന്ന് ഒരു സത്യം തുറന്നു പറയാൻ പോലും ശങ്കിക്കേണ്ട നാട്. ഈ നാട് ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു ഖിലാഫത്തായി മാറിയാലും അത്ഭുതപ്പെടാനില്ല. ഒരു പ്രത്യേക സമൂഹത്തിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന നട്ടെല്ലില്ലാത്ത രാഷ്ട്രീയ കോമരങ്ങൾ അരങ്ങു വാഴുന്ന നാട്. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു സമുദായത്തെ പ്രീണിപ്പിച്ച് മറ്റൊരു സമുദായത്തെ ചവിട്ടിത്തേക്കാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ. ഇവരെല്ലാം ചേർന്ന് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും. ക്രൈസ്തവ സമുദായത്തിലെ ചില ഞാനൂലുകളെയും കീടങ്ങളെയും മുന്നിൽ നിർത്തി ചെയ്യുന്ന ഈ മാധ്യമ തീവ്രവാദം യഥാർത്ഥ വിഷയത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? ക്രൈസ്തവ സമൂഹത്തിന്റെ മനസാക്ഷി ആർക്കൊപ്പമാണെന്ന് തിരിച്ചറിയാത്തവരല്ല ഈ കീടങ്ങളെ മുന്നിൽ നിർത്തുന്നത്. ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ടാണെന്ന് ക്രൈസ്തവർക്ക് നന്നായി അറിയാം. തീർത്തും ബാലിശമായ മതസ്പർദ്ധ കപടവാദത്തെ ഉയർത്തി കേരള ഭൂമിയെ കലുഷിതമാക്കുന്നവർ ആർക്കു വേണ്ടിയാണ് ചിലയ്ക്കുന്നതെന്നും ഇവിടെയുള്ളവർക്ക് അറിയാം.
ഈ പോരാട്ടത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ഒരു കാര്യം ഉറപ്പ്, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ ഇത്രയും വർഗീയമായി വിഭജിക്കുന്നവർ ഒടുവിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ഈ നാട്ടിൽ നിന്ന് അവരും ഒരു നാൾ പടി കടത്തപ്പെടും എന്നതിന് ചരിത്രത്തിൽ എത്രയോ സാക്ഷ്യങ്ങൾ. ആരാണ് മാപ്പ് പറയേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അത് പാലാ ബിഷപ്പല്ല. പാലാ ബിഷപ്പ് പറഞ്ഞ വിഷയം മതസൗഹാർദ്ദം തകർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന മുസ്ലിം സംഘടനകളും അവർക്ക് വേണ്ടി കുഴലൂതുന്ന മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമാണ്. അവരാണ് ഓരോ ദിവസവും ഈ വിഷയം വിഷമയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണികളുടെ അർത്ഥം ഇങ്ങനെ വായിച്ചെടുക്കാം: ബിഷപ്പ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കേരളം കത്തിക്കും, കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കും. ഇത് തന്നെ മറ്റുള്ളവരും ഏറ്റുപാടുന്നു. ഇനി ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? കേരള സമൂഹത്തിലെ ആർക്കും അതിൽ സംശയമില്ല, തീവ്രവാദികളെയും തീവ്രവാദികൾക്ക് കൂടെ പിടിക്കുന്നവരെ. എന്നാൽ ആക്രോശമോ തീവ്രവാദികളെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേരെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ചെയ്യാത്ത തെറ്റിന് പാലാ ബിഷപ്പ് മാപ്പ് പറയേണ്ട കാര്യമില്ല.